ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാനാണ്. ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിൽ പറയുന്നത് ഓഹരി വിപണിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു 16 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓഹരി വിപണിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പേടിയോടുകൂടി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു പേടിയോടുകൂടി ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുക. അതാണ് ഒന്നാമത് ഒഴിവാക്കേണ്ട കാര്യം, പേടി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആർത്തിയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, ഗ്രീഡ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രത്യേക കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ലാഭമോ അത്രയും നഷ്ടമോ വരുമ്പോൾ അത് അവസാനിപ്പിച്ച് പോവുക. അതിൽ കൂടിയ ലാഭം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്യാഗ്രഹം നമ്മൾക്ക് ആപത്ത് ക്ഷണിച്ചു വരുത്തും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, അത്യാഗ്രഹം ആപത്ത്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ലിവറേജ് എടുക്കുന്നത് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. ലിവറേജ് ആണ് ഒഴിവാക്കേണ്ടത് എന്നാണ്. ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല സ്റ്റോക്ക് ബ്രോക്കർമാരും നമ്മളുടെ കയ്യിൽ 100 രൂപയുള്ളതെങ്കിൽ നമ്മൾക്ക് 1000-നും 2000-നും ഒക്കെ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ അവസരം തരും. അതിനാണ് ലിവറേജ് എന്ന് പറയുക. അങ്ങനെ ലിവറേജ് എടുത്ത് ട്രേഡ് ചെയ്താലുള്ള കുഴപ്പം എന്താണ്? നമുക്ക് നഷ്ടം വരുമ്പോൾ നമ്മളെ അത് വളരെ അധികം ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലാഭം വരുമ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് കിട്ടും, പക്ഷേ നഷ്ടം വരുമ്പോൾ വളരെ മോശമായിട്ട് അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ തുടക്കക്കാർ പ്രത്യേകിച്ച് ലിവറേജ് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അടുത്തത് ഒഴിവാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥ ഒഴിവാക്കണം. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ ആ ഒരു ട്രേഡിംഗ് പ്രോസസ്സിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിനെ റിസ്ക് ഫ്രീ ആക്കാമെന്നുള്ളത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പ്ലാൻ ചെയ്തിരിക്കണം. അല്ലാതെ ഒരു പ്ലാനും ഇല്ലാതെ കുറേ പൈസയും കൊണ്ടുവന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലിട്ട് ട്രേഡ് ചെയ്ത് ആ പൈസ അവസാനിപ്പിച്ച് പോവുക എന്നുള്ളതല്ലല്ലോ നമ്മളുടെ ലക്ഷ്യം. നമ്മൾ ഈ ട്രേഡിങ്ങിൽ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ചെറിയ രീതിയിലെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അല്ലേ. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലാത്തൊരു അവസ്ഥ പരമാവധി ഒഴിവാക്കുക. അടുത്തത് ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പെരുമാറാതിരിക്കുക എന്നുള്ളതാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ പെരുമാറാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം ട്രേഡ് ചെയ്യുക. ഡിസിപ്ലിൻ ഇല്ലായ്മ നമ്മളെ വളരെയധികം ദോഷമായിട്ട് ബാധിക്കും. അതായത് നമ്മൾ ഒരു ഡിസിപ്ലിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു പാറ്റേൺ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് നമ്മുടെ ഒരു ഡിസിപ്ലിൻ. അങ്ങനെയല്ലാതെ അത് വരുന്നതിന് മുൻപൊക്കെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് പരമാവധി നഷ്ടമാണ് സംഭവിക്കുക. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലായ്മ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം കേട്ടോ. സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ട്രേഡ് ചെയ്യുക. അത് പല വീഡിയോകളിലും നമ്മൾ പറയുന്നുണ്ട്. നമ്മൾക്ക് ഒരു ട്രേഡ് നടത്തുമ്പോൾ നഷ്ടം എത്ര സഹിക്കാൻ പറ്റുമോ, എത്ര രൂപ നമുക്ക് സഹിക്കാൻ പറ്റും, അത്രയും രൂപയ്ക്കുള്ള സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ട്രേഡ് ചെയ്യുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എക്സിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭമായാലും നഷ്ടമായാലും ഒരു ട്രേഡ് എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയില്ല എന്നുള്ളത് വളരെ പാത്തറ്റിക് ആണ്. നമ്മളൊരു ട്രേഡ് എടുക്കാൻ അറിയില്ല എന്നുള്ളത് ഓക്കെ, പക്ഷേ എടുത്ത ട്രേഡ് അവസാനിപ്പിക്കാൻ അറിയില്ല എന്നുള്ളത് എന്താണ്? നമ്മൾ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയിൽ ഓടിക്കാനായിട്ട് തുടങ്ങുന്ന പോലെയായിരിക്കും. നമുക്ക് എവിടെ നിന്ന് ഈ സംഭവം അവസാനിപ്പിച്ച് പോരണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ബോധവും അറിവും ഉണ്ടായിരിക്കണം. അല്ലാത്ത ഒരു പണിക്ക് വരരുത് കേട്ടോ. നമ്മൾ ഡെയിലി 2-3 മെസ്സേജുകളാണ് എൻ്റെ പൈസ പോയി, ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേൾക്കാൻ വലിയ സുഖമില്ല. നിങ്ങളുടെ പൈസ ആയാലും ആരുടെ പൈസ ആയാലും പൈസ പോകുന്നത് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു ഡിസിപ്ലിനോട് കൂടി ഒരു എക്സിറ്റ് പ്ലാനോട് കൂടിയൊക്കെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ക്ഷമ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യം. ക്ഷമ വേണം കേട്ടോ. ക്ഷമയില്ലാതെ ഒന്നും നടക്കില്ല. നമ്മളൊരു 3 ലക്ഷം രൂപ 3-4 മാസം കൊണ്ട് നഷ്ടപ്പെടുത്തിയ ഒരാളുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ഷമയില്ല. ഇപ്പോൾ നല്ലൊരു ട്രേഡാണ് എന്നുണ്ടെങ്കിലും 2 രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ ഉടനെ അത് കട്ട് ചെയ്ത് മാറും. അത് പിന്നെ അതിനുശേഷം 20-25 രൂപ ലാഭം തന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ 2 രൂപയിൽ തന്നെ അവസാനിപ്പിച്ച് പോയാൽ എന്താണ്? നമ്മൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് 10-20 രൂപയൊക്കെ നഷ്ടം വന്നു ഓരോ ട്രേഡിലും. മനസ്സിലായില്ലേ? കൃത്യമായ അറിവില്ലാത്തവർ ഇതിന് പുറപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഒഴിവാക്കേണ്ട കാര്യം. അറിവില്ല എന്നുണ്ടെങ്കിൽ അറിവില്ല എന്നുള്ളത് മാത്രമല്ല, പകുതി അറിവും കൊണ്ടും ഇങ്ങോട്ട് വരരുത്. വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ കൊറോണയുടെ സമയത്ത് കോടിക്കണക്കിന് ട്രേഡിംഗ് അക്കൗണ്ടുകളാണ് ഓപ്പൺ ആയിരുന്നത് എന്നാണ് അറിവ്. അതിലെ 90-95% അക്കൗണ്ടുകളും
ആളുകൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ പൈസ സ്റ്റോക്ക് മാർക്കറ്റിന് കൊടുത്ത് ട്രേഡിംഗ് എല്ലാം അവസാനിപ്പിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പ് പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സ്ഥിതിയിലെത്തി. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവരുത്. എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് വെച്ചാൽ പലരും അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ കാണിച്ച്, ഞാനടക്കം, മനസ്സിലായില്ലേ, വീഡിയോകൾ കാണിച്ച് നിങ്ങളെ ടെംപ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഗുലുമാലിൽ പെട്ടുപോയത്. പക്ഷേ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ എന്നുള്ളൊരു ഡിസ്ക്ലെയിമർ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങളിൽ മാത്രം ഇടപെടാനായിട്ട് ശ്രദ്ധിക്കുക. ട്രേഡിംഗ് പ്ലാൻ ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ വരരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഒരു ദിവസം എന്തുമാത്രം നഷ്ടം സഹിക്കാം, ഒരു ട്രേഡിൽ എന്തുമാത്രം നഷ്ടം നമുക്ക് വരാം, ഒരു ട്രേഡിൻ്റെ ടാർഗറ്റ് എങ്ങനെയായിരിക്കണം, നമ്മളുടെ ഒരു മന്ത്ലി ടാർഗറ്റ് എന്താണ്, നമ്മളുടെ മന്ത്ലി അക്കൗണ്ടിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കണം, നമ്മൾ ഓരോ ട്രേഡുകൾ എടുക്കുന്നതും എങ്ങനെയാണ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കണം. അതിനെന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്ക് റൂബി സർവീസിനെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പറാണ് 8848030018 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്താൽ ഈ ഇൻഫർമേഷൻ അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക.